ഇന്നിപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് നമ്മളുടെ ഹൈക്കോർട്ടിലേക്കാണ്. ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ ആ ഏരിയയിലേക്ക് എനിക്ക് പോകണം. ആ ഏരിയ ചെന്നിട്ട് കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കൺട്രോളർ അവരുമായിട്ടൊക്കെ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം അപ്പോൾ ഞാൻ മെട്രോയിൽ കയറി പോവാണ്. മെട്രോ അതുപോലെ തന്നെ നമ്മളുടെ നോർമൽ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് എൻ്റെ മുടിയൊക്കെ ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ മുടിയൊന്നും പറക്കത്തില്ലല്ലോ, അവിടെ അങ്ങനെ ഇരുന്നോളും. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഞാനപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോവാണ്. ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചപ്പം എല്ലാ ചുരിദാറും അതിടുന്നതിലും ഭേദം ഞാൻ വീട്ടിൽ നൈറ്റ് ഇട്ടിട്ട് പോകുന്നതാണെന്ന് തോന്നി. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടത്. അപ്പോൾ ഇന്നിപ്പോൾ വേറൊരു സർപ്രൈസും കൂടിയുണ്ട്. നമ്മളൊരാളെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ല അയാളെ, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനത് പറയുന്നത്. അപ്പം പറ്റുമെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം, പറ്റുമെങ്കിൽ കാണാം. അപ്പം നമുക്ക് ഒരുമിച്ച് പോയാലോ. കൂടുതൽ ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ, കാരണം പറഞ്ഞതുപോലെ മെട്രോയിലൊക്കെ കയറിയിട്ട് പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും പുള്ളിക്കാരത്തിനെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് പോയിട്ട് വരാം. ബൈ ബൈ. ഇതാണ് എൻ്റെ അമ്മയാണ് പുതിയ അതിഥി. അമ്മ ഇതുവരെ വീഡിയോയിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞ് എന്നെ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ ലോക്കറ്റൊക്കെ കാണിക്കുവാണ്. കൃപാസനത്തിൻ്റെ ലോക്കറ്റൊക്കെ അമ്മ കാണിക്കുവാണ്. അമ്മയായിട്ടൊരു ഡേ ഔട്ട് ആവാം എന്ന് കരുതി. വേറൊന്നല്ല, അമ്മയ്ക്ക് ഇന്ന് എനിക്ക് അമ്മേനെ അത്യാവശ്യമായിട്ട് കാണേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചെറുതായിട്ട് ചുമയുണ്ട്. അത് റിക്കറൻ്റ് ആയിട്ടുള്ള ചുമയാണ്. അപ്പോൾ നെബിലൈസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നെബിലൈസ് ചെയ്യണ മെഷീനൊന്നും വാങ്ങണ്ട, അതൊക്കെ തൽക്കാലം ആവശ്യമല്ലേ. സെറയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ. അപ്പം സെറയ്ക്ക് 1-2 പ്രാവശ്യം യൂസ് ചെയ്തോളൂ, പിന്നെ സെറയ്ക്കേൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മെഷീൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തതാണ് അത് കൊണ്ടുവന്ന്. പക്ഷേ ഞാൻ അമ്മേനെ പിക്ക് ചെയ്യാൻ ചെന്നപ്പം ഞാൻ ആ മിഷൻ അമ്മയുടെ കയ്യിലേപ്പിക്കാൻ മറന്നുപോയി. ആ മിഷനായിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനും വന്നു. ഭാഗ്യത്തിന് ഞാൻ പേഴ്സ് എന്തോ ചെക്ക് ചെയ്യണ സമയത്ത് മിഷൻ ബാഗിൽ കിടക്കുന്നു. നോക്കിക്കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ഞാനത് തിരിച്ച് ഏൽപ്പിച്ചു. ഞാൻ പറയുമായിരുന്നു ഞാൻ മിഷൻ കൊണ്ട് തിരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, അതിന് വേണ്ടിയാണ് ഞാൻ വന്നത് തന്നെ, വന്ന കാര്യം മറന്നു പോയേനെന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പം ചുമയും കാര്യങ്ങളൊക്കെ കുറഞ്ഞോളും, ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പിള്ളേർക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ആയിട്ടും അതുപോലെ തന്നെ ചപ്പാത്തി ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് എനിക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. എന്നാലും അമ്മയ്ക്ക് ഈ സാൻഡ്വിച്ചും കാര്യങ്ങൾ കണ്ടപ്പം ഇതും കൂടെ വാങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഇതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ അവിടെ ചെല്ലുമ്പോൾ തണുത്തു പോകുന്നൊക്കെ പറയുവാണ്. കാരണം ഒത്തിരി സംഭവങ്ങൾ ഞാൻ തിരിച്ചു വെച്ചു. എനിക്കിതൊന്നും എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. മാത്രമല്ല പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും അവർ കണ്ടിന്യൂസ്ലി നോൺ വെജ് അവർ കഴിക്കത്തുമില്ല. അവർക്ക് ആഴ്ചയിൽ 1-2-3 പ്രാവശ്യം അവർക്ക് ഇഷ്ടമുള്ളൂ. അപ്പം അമ്മയാണെങ്കിൽ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി പിള്ളേർക്ക് സെറ്റാക്കി തന്നിരിക്കുകയാണ് കേട്ടോ. പക്ഷേ അവർക്ക് അമ്മയുടെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തത് എടുപ്പിച്ചു, ഇവിടെ നിന്ന് എടുപ്പിച്ചു. അത് ഞാൻ അമ്മ തന്നുവിടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ചെറുത് മതിയല്ലോ, നാളെ എന്തായാലും പുതിയ ചിക്കൻ വാങ്ങും. അപ്പോൾ ഇന്നിപ്പോൾ ചപ്പാത്തിക്ക് കഴിക്കാനുള്ള ചിക്കൻ അത്ര മതി. അപ്പോൾ അമ്മേനെ വഴക്കുറയായിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത് തന്നതായിരുന്നില്ല, എന്തിനാ നീ വേണ്ടെന്ന് പറഞ്ഞെന്നൊക്കെ ചോദിക്കായിരുന്നു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ചിക്കൻ വീട്ടിലില്ലെന്ന്, അല്ലെങ്കിൽ അതും കൂടി തന്നു വിട്ടതിനെ പുള്ളിക്കാരത്തി. അങ്ങനെ കുറച്ച് നേരം ഞാൻ പിന്നെ എനിക്ക് അമ്മയുള്ളത് ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം എല്ലാ കാര്യങ്ങളും ബാസ്ക്കറ്റിൽ അമ്മ ഇട്ടിട്ട് തരുന്നുണ്ട് ഞാൻ പറയുന്ന അനുസരിച്ചിട്ട്. ഇത് ആക്ച്വലി എനിക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ അമ്മയും കൊണ്ട് ഞാൻ ഷോപ്പ് ചെയ്യിക്കുന്നത്. അതായത് അമ്മയും കൊണ്ട് ഞാൻ ബില്ലടിപ്പിക്കുന്നതല്ല, ഞാൻ അമ്മയോടൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു ബാസ്ക്കറ്റിലിടാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടും കൂടെ പറ്റത്തില്ല. വേറെ മറ്റേ വീഡിയോ എടുക്കലും ബാസ്ക്കറ്റിലിടലും കൂടെ എനിക്ക് സത്യത്തിൽ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മറന്നു പോകാറുണ്ട് ഇങ്ങനെ ഷോപ്പിംഗ് വീഡിയോ ചെയ്യുമ്പം. പക്ഷേ ഇപ്പം ഇന്നെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ അമ്മ കൂടെ ഉള്ളത്. അമ്മ ഉണ്ടല്ലേ ബില്ലിങ്ങിന് വരെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ദൈവമേ അമ്മ എൻ്റെ പാർട്ട്ണറായിട്ടൊന്ന് കൂടാവോ എന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്തു. ആശിഷിൽ നല്ല തിരക്ക് കുറവായിരുന്നു. ഉച്ച സമയത്ത് തിരക്ക് കുറവാണ്. പക്ഷേ ഒരു ഈവനിങ് ആകുമ്പോഴേക്കും അത്യാവശ്യം ക്രൗഡഡ് ആവാറുണ്ട് അവിടെ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നമ്മളുടെ മിറർ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ബൈ.